ഹലോ, ഇന്ന് നമുക്ക് പാവ് ഭാജി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫ്ലവറും പൊട്ടാറ്റോവും ഗ്രീൻ പീസും ഒക്കെ നമുക്ക് വിസിലടിക്കാൻ വെക്കാം. നമ്മളൊരു 2-3 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കത് ഒടിക്കാൻ പറ്റണം കേട്ടോ. നല്ല സ്മാഷർ വെച്ച് നല്ല സ്മാഷ് ചെയ്യാൻ പറ്റണം. ആ രീതിക്ക് വെന്ത് കിട്ടണം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒനിയനും പിന്നെ ക്യാപ്സിക്കമും ഒക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് വെജിറ്റബിൾസ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടായിൽ ബട്ടർ എടുക്കാം. ബട്ടർ നല്ല മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ സോട്ടാക്കി എടുക്കണം. ഉള്ളി നല്ല സോട്ടായി വന്നതിന് ശേഷം നമുക്ക് ചില്ലി പൗഡർ ഇടാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഇടണം. എന്നിട്ട് ഞാനിവിടെ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാല 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് നല്ല രീതിക്കിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത് നല്ല പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കതിൽ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം. നമുക്ക് ക്യാപ്സിക്കം കടിക്കാൻ കിട്ടണം കേട്ടോ. ആ പാകത്ത് അത്ര വെന്താൽ മതി. എന്നിട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പാവ് ഭാജി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അളവിനിട്ടിട്ട് നമുക്കൊന്ന് നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് അതിൽ ലാസ്റ്റിൽ കുറച്ച് പാവ് ഭാജിയും കൂടി ഇട്ടിട്ട് മസാലയും കൂടി ഇട്ടിട്ട് നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇടാം. എന്നിട്ട് പാവ് വന്നിട്ട് നമുക്ക് ബട്ടറിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക്. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്